Hi dears, welcome back to Wings Academy online classes. Okay, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ വീണ്ടും മിസ് വന്നിരിക്കുകയാണ് അടുത്തൊരു കെമിസ്ട്രി ക്ലാസ്സുമായിട്ട്. അപ്പൊ എല്ലാവരും സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദർ സെപ്പറേഷൻ അല്ലെ. ഇന്ന് വേറൊരു പുതിയൊരു ടോപ്പിക്, വളരെ പ്രധാനപ്പെട്ട ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷെ എക്സാമിനൊക്കെ വരുന്ന ഒരു ടോപ്പിക്കാണ്, പ്രോബ്ലംസ് വരുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ, പ്രോബ്ലംസ് എന്ന് കേൾക്കുമ്പോൾ ആരും പേടിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. സാധാരണ കുട്ടികള് ഈ ഗ്രാഫ് അതുപോലെ തന്നെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ പേടിച്ചിട്ട് എന്ത് ചെയ്യും, അറ്റൻഡ് ചെയ്യാണ്ട് പോവാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. പ്രോബ്ലംസിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോബ്ലംസ് എക്സാമിന് വന്നാൽ ഉറപ്പായിട്ടും ചെയ്യണം, അത്രയും സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല, നമുക്ക് പ്രോബ്ലംസിലേക്ക് തന്നെ പോവാം. ഓക്കെ, ഓക്കെ, അപ്പൊ എന്താണ് ഡിഫറെന്റ് വേസ് ഫോർ എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. ഇതാണ് നമ്മുടെ ടോപ്പിക്. അതായത് നമുക്കൊരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ഏതെല്ലാം രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ശരി. ഈ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 3 വേസ് ആണ്, 3 രീതികളാണ്. ഫസ്റ്റ് വൺ മാസ് ബൈ മാസ് പെർസെന്റേജ്, M/M എന്ന് പറയും. രണ്ടാമത്തത് മാസ് ബൈ വോളിയം പെർസെന്റേജ്, M/V എന്ന് പറയും. തേർഡ് വൺ വോളിയം ബൈ വോളിയം പെർസെന്റേജ്, V/V മെത്തേഡ്. ഈ 3 മെത്തേഡാണ് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, 3നും എന്തുണ്ട്? ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്യണം. അത് നിർബന്ധമാണ്, ഇക്വേഷൻ പഠിക്കാതെ പോവരുത്. ഓക്കെ, ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം എന്താണ്? വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ രീതിയിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ മെത്തേഡ് എന്താണ്? മാസ് ബൈ മാസ് പെർസെന്റേജ്, M/M മെത്തേഡ് എന്നും പറയൂ കേട്ടോ. ഇതിനെ എന്തെന്ന് പറയും? M/M മെത്തേഡ്. ഇനി എന്താണ് ഈ മെത്തേഡ്? Mass by mass percentage of the solution defined as the mass of solute in grams present in 100 gram of the total solution. അതായത് 100 ഗ്രാം സൊല്യൂഷനില് എന്തുമാത്രം സൊല്യൂട്ട് ഉണ്ട്, സൊല്യൂട്ടിന്റെ മാസ് എത്ര ഗ്രാംസ് ആണ്, ഇത് ഡിനോട്ട് ചെയ്യുന്നതാണ് എന്ത്? മാസ് ബൈ മാസ് പെർസെന്റേജ്. എത്രയാടാ? 100 ഗ്രാം ഓഫ് ടോട്ടൽ സൊല്യൂഷനില് എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട്, ആ സൊല്യൂട്ടിന്റെ മാസിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് മാസ് ബൈ മാസ് പെർസെന്റേജ് ഓഫ് ദ സൊല്യൂഷൻ. ക്ലിയർ ആയോ? ഇനി നോക്കൂ, ജനറലി യൂസ്ഡ് ഫോർ സോളിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ്. ഈ മെത്തേഡ് മെയിൻ ആയിട്ട് നമ്മൾ കാണാനായിട്ട് ഉപയോഗിക്കുന്നത് എത്തരത്തിലുള്ള സൊല്യൂഷനിലാ? സോളിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷൻസ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ ഒക്കെ, ഇതൊക്കെ എന്താണ്? സോളിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് ആണ്. അതായത് അവിടെ സൊല്യൂട്ട് സോളിഡ് ആയിരിക്കും, സോൾവെന്റ് എന്തായിരിക്കും? ലിക്വിഡ് ആയിരിക്കും. ഈ സൊല്യൂട്ട് സോൾവെന്റ് ഒക്കെ എന്താണ് അറിയാത്തവര് മുന്നത്തെ വീഡിയോസ് ഉണ്ട് കേട്ടോ, നമ്മുടെ കമ്പോണൻസ് ഓഫ് എ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട്, അത് പോയി കാണണം കേട്ടോ. കൃത്യമായിട്ട് അറിയണം കമ്പോണൻസ് ഓഫ് എ സൊല്യൂഷൻ, സൊല്യൂട്ട് സോൾവെന്റ് അതെന്താന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മിസൈൽ പറയുന്നുണ്ട്. അപ്പൊ അത് പോയി കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇതെന്താണ്? സോളിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷൻസിലാണ് ഏത് മെത്തേഡ് യൂസ് ചെയ്യാ? ഏത് മെത്തേഡാടാ? മാസ് ബൈ മാസ് പെർസെന്റേജ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? ഇനി അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തുണ്ട്? ഇക്വേഷൻ ഉണ്ട്. നോക്കൂ, ഇക്വേഷൻ എന്താ? പെർസെന്റ് ബൈ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. നോട്ട് ചെയ്ത് വെക്കാട്ടാ, ബൈ ഹാർട്ട് പഠിക്കും വേണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. എന്താണ്? മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100.
സൊല്യൂട്ടിന്റെ മാസ് ഡിവൈഡഡ് ബൈ സൊല്യൂഷന്റെ മാസ് ഇൻറ്റു 100. പെർസെന്റേജ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം എന്താണ് ഇൻറ്റു 100 മസ്റ്റ് ആണല്ലേ, അതുകൊണ്ട് ഇൻറ്റു 100 മറന്നേക്കരുത്. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡ്. ഓക്കെ, ഇനി വേറൊരു ഇക്വേഷൻ വെച്ചിട്ടും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മാസ് ബൈ മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കാം. അതെന്താണ്? മാസ് ഓഫ് എ സൊല്യൂട്ട് divided by mass of a solute plus mass of a solvent into 100. ഈ രണ്ട് ഇക്വേഷൻസും പഠിച്ചു വെക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ഏത് ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനില് സൊല്യൂഷന്റെ മാസ് അങ്ങനെ തന്നെ തന്നിട്ടുണ്ടെങ്കിൽ, ഗിവൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സൊല്യൂഷന്റെയും സൊല്യൂട്ടിന്റെയും മാസ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രോബ്ലത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ ഇക്വേഷൻ വെച്ച് ചെയ്യാം. അതായത് മാസ് ഓഫ് എ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് എ സൊല്യൂഷൻ ഇൻറ്റു 100. ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് മാസ് ഓഫ് എ സൊല്യൂട്ടും മാസ് ഓഫ് എ സോൾവെന്റും ആണെന്ന് വിചാരിക്കുക. സൊല്യൂഷന്റെ മാസ് തന്നിട്ടില്ല, പകരം സോൾവെന്റിന്റെ മാസാണ് നമുക്ക് തന്നതെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? സൊല്യൂഷന്റെ മാസ് നമുക്ക് തന്നിട്ടില്ല, സോൾവെന്റിന്റെ മാസാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കും? ഈ മെത്തേഡ് അല്ല, ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്യും. അതായത് മാസ് ഓഫ് എ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ സൊല്യൂഷന്റെ മാസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഏതൊക്കെ കൂടി ചേർന്നതാണ് സൊല്യൂഷൻ? സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് അല്ലെ. അപ്പൊ സൊല്യൂട്ടിന്റെ മാസം ഓൾറെഡി അതിൽ തന്നിട്ടുണ്ടാവും, സോൾവെന്റിന്റെ മാസം തന്നിട്ടുണ്ടാവും. അത് രണ്ടും ആഡ് ചെയ്താ എന്തായിടാ? മാസ് ഓഫ് സൊല്യൂഷൻ ആയില്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇൻറ്റു 100. ക്ലിയർ ആയോ? ഇനി പ്രോബ്ലം ചെയ്യുമ്പോ എന്താവും? നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ, അപ്പോ വേഗം തന്നെ നമുക്ക് എന്തിലേക്ക് പോവാം? പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് പ്രോബ്ലം തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്ക് പ്രോബ്ലം തന്നാല് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്യാന്നുള്ളതാണ്. നന്നായിട്ട് വായിച്ചു നോക്കണം എന്താണ് എന്നിട്ട് അതിൽ തന്നിട്ടുള്ളത്. ഗിവൺ എന്താണെന്നുള്ളത് നോക്കിയിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് എടുത്തെഴുതണം. അതാണ് ആദ്യം ചെയ്യേണ്ടത് ഏത് പ്രോബ്ലം വന്നാലും. ഓക്കെ, അപ്പൊ നോക്കുക, ആദ്യം പ്രോബ്ലം നന്നായിട്ട് വായിക്കുക. അപ്പൊ എന്താണ് പ്രോബ്ലം? നമ്മുടെ എ സൊല്യൂഷൻ ഈസ് മെയ്ഡ് ബൈ ഡിസോൾവിംഗ് 25 gram sugar in 175 gram water. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് ഒരു 175 gram വാട്ടറില് 175 gram വാട്ടറില് ഷുഗർ ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. എത്ര ഷുഗർ ആണ് ഡിസോൾവ് ചെയ്തേക്കുന്നത്? 25 gram ഷുഗർ ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഷുഗർ സൊല്യൂഷന്റെ എന്ത് കണ്ടെത്താനാ പറഞ്ഞേക്കുന്നത്? കോൺസെൻട്രേഷൻ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, കാൽക്കുലേറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ സൊല്യൂഷൻ ബൈ മാസ് പെർസെന്റേജ് മെത്തേഡ്. അപ്പൊ മിക്ക പ്രോബ്ലത്തിലും നമുക്ക് ഏത് മെത്തേഡാണ് അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, മാസ് ബൈ മാസ് ആണോ, മാസ് ബൈ വോളിയം ആണോ, വോളിയം ബൈ വോളിയം ആണോ എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറയാറുണ്ട്. ഇനി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ? ഗിവൺ എന്തൊക്കെയാന്ന് നോക്കുക. തന്നിട്ടുള്ളത് എന്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് മാസ് ബൈ മാസ് പെർസെന്റേജ് ആണ്. അപ്പൊ നമുക്ക് ഒന്നും ഓർക്കേണ്ട കാര്യമില്ല. ആദ്യം തന്നെ എന്ത് ചെയ്യാ? നമ്മൾ ആ ഇക്വേഷൻ മാസ് ബൈ മാസ് പെർസെന്റേജ് എന്നതിന്റെ ഇക്വേഷൻ അങ്ങ് എഴുതി വെക്കുക. ഓക്കെ, അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം. ഏത് മെത്തേഡ് ആയാലും എത്ര നന്നായി നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാവുന്ന ആൾക്കാരായാലും എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ എഴുതി വെക്കുക. അപ്പൊ എന്താണ് നമ്മുടെ ഇക്വേഷൻ? ഏതാണ്? മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 അല്ലെ. ഇതാണ് ഒരു ഇക്വേഷൻ. മറ്റൊരു ഇക്വേഷൻ എന്താണ്? മാസ് ഓഫ് എ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് എ സൊല്യൂട്ട് പ്ലസ് മാസ് ഓഫ് സോൾവെന്റ് ഇൻറ്റു 100. ഓക്കെ, അപ്പൊ ആ ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ചതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിൽ തന്ന കാര്യങ്ങൾ എടുത്തെഴുതാം.
അപ്പൊ എന്തൊക്കെയാണ് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത്? ഡിസോൾവിങ് 25 gram ഓഫ് ഷുഗർ. അപ്പൊ 25 gram ഓഫ് ഷുഗർ എന്ന് പറയുന്നത് എന്താണ്? സൊല്യൂട്ട് അല്ലേ? ഷുഗർ എന്ന് പറയുന്നത് സൊല്യൂട്ട് ആണ്. ആ സൊല്യൂട്ടിന്റെ മാസ് അല്ലേ ഈ 25 gram അല്ലെ? അപ്പൊ ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? മാസ് ഓഫ് എ സൊല്യൂട്ട് ആണ്. അപ്പൊ നമ്മൾ അതങ്ങ് എടുത്തെഴുതണം. എന്ത്? മാസ് ഓഫ് എ സൊല്യൂട്ട്. എത്രയാണ് മാസ് ഓഫ് എ സൊല്യൂട്ട്? എത്രയാണ്? 25 gram. ഓക്കെ, അപ്പൊ അത് എടുത്തെഴുതി. ഇനി നമുക്ക് എന്താണ് നെക്സ്റ്റ് വായിച്ചു നോക്കുക. ഇൻ 175 gram എന്താണ്? 175 gram വാട്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ 25 gram ഷുഗർ ഡിസോൾവ് ചെയ്യുന്നത്. അപ്പൊ വാട്ടറിന്റെ അളവാണ് ഈ 175 gram എന്ന് പറയുന്നത്. അപ്പൊ അത് മാസ് ഓഫ് എ സോൾവെന്റ് ആണോ മാസ് ഓഫ് എ സൊല്യൂഷൻ ആണോ? ഏതാണ്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സൊല്യൂഷൻ ആണോ? അല്ല. നമ്മളോട് ഷുഗർ സൊല്യൂഷന്റെ മാസ് എന്ന് പറഞ്ഞല്ല തന്നിരിക്കുന്നത്. 175 എന്ന് പറയുന്നത് വാട്ടറിന്റെ ആണ്. അപ്പൊ ഷുഗർ സൊല്യൂഷനിലെ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്കറിയാം, സോൾവെന്റ് ആണ്. അപ്പൊ സോൾവെന്റിന്റെ മാസ് ആണ് ഏത്? ഈ 175 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് എന്തെന്ന് എഴുതണം? മാസ് ഓഫ് എ സോൾവെന്റ്. എത്രയാ? 175 gram. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാ വേണ്ടേ? ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം മാസ് ഓഫ് എ സൊല്യൂട്ട് ഉണ്ട്. പക്ഷെ മാസ് ഓഫ് എ സൊല്യൂഷൻ ഉണ്ടാ? മാസ് ഓഫ് എ സൊല്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ടാ? ഇല്ല. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് സൊല്യൂഷന്റെ മാസ് ഡയറക്റ്റ് തരികയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഇപ്പൊ ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് ഇക്വേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ സെക്കൻഡ് ഇക്വേഷൻ എന്താ? മാസ് ഓഫ് എ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് എ സൊല്യൂട്ട് പ്ലസ് മാസ് ഓഫ് എ സോൾവെന്റ് ഇൻറ്റു 100. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, എങ്ങനെയാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ? എങ്ങനെയാ? നമ്മുടെ ഇക്വേഷൻ എന്താ? മാസ് ഓഫ് എ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് എ സൊല്യൂട്ട് പ്ലസ് മാസ് ഓഫ് എ solvent into 100 അല്ലെ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ നമ്മള് ഇനി എന്ത് ചെയ്യണം? മാസ് ഓഫ് എ സൊല്യൂട്ട് നമുക്ക് എത്രയാണ്? 25 gram ആണ് അല്ലെ? അപ്പൊ 25 gram പ്ലസ് പ്ലസ് അല്ല, 25 gram ഡിവൈഡഡ് ബൈ മാസ് ഓഫ് എ സൊല്യൂട്ട്. വീണ്ടും ഡിനോമിനേറ്ററിന്റെ ഭാഗത്തേക്ക് വരുമ്പോ എന്താണ്? വീണ്ടും മാസ് ഓഫ് എ സൊല്യൂട്ട് ഉണ്ട് അല്ലെ? മാസ് ഓഫ് എ സൊല്യൂട്ട് എത്രയാണ്? 25 പ്ലസ് മാസ് ഓഫ് എ സോൾവെന്റ്. മാസ് ഓഫ് എ സോൾവെന്റ് എത്രയാണ്? 175 gram അല്ലേ? അപ്പൊ അത് എഴുതാം, 175. ഓക്കെ, അപ്പൊ എത്ര വരും? 25 ന്യൂമറേറ്റർ അങ്ങനെ തന്നെ എടുത്തെഴുതുക, ഡിവൈഡഡ് ബൈ ഇത് ആഡ് ചെയ്യണം. ഏതൊക്കെ ആഡ് ചെയ്യണം? 175ഉം 25ഉം നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 175ഉം 25ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 200 അല്ലെ? അപ്പൊ 200 into 100, അത് മറക്കരുത് കേട്ടോ, into 100. ഓക്കെ, ഇനി നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം? സീറോസ് ഒക്കെ ക്യാൻസൽ ചെയ്യാം അല്ലെ? അപ്പൊ സീറോം വെട്ടിപ്പോയി,
ഇവിടെയും അതെ ക്യാൻസൽ ചെയ്തു. പിന്നെ ഇനി എന്താ ഉള്ളത്? 1 into 25 25 divided by 2. 25നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? എത്ര കിട്ടും? 12.5 gram. ഓക്കെ, ഇതാണ് ആൻസർ. ക്ലിയർ ആയോ? മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ പ്ലസ് ചെയ്തത്? നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? സോൾവെന്റിന്റെ മാസ് ആയതുകൊണ്ട്. സോൾവെന്റിന്റെ മാസ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലസ് ചെയ്യുന്ന ഇക്വേഷൻ സെലക്ട് ചെയ്തത്. നേരെ മറിച്ച് നമുക്ക് പ്രോബ്ലത്തിൽ ഡയറക്റ്റ് മാസ് ഓഫ് എ ഷുഗർ സൊല്യൂഷൻ എന്നും പറഞ്ഞ് തരികയാണെങ്കിൽ നമുക്ക് ഈ പ്ലസ് ചെയ്യണ ഇക്വേഷൻ ചെയ്യണ്ട. പകരം ഫസ്റ്റത്തെ ഇക്വേഷൻ മാസ് ഓഫ് എ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് എ സൊല്യൂഷൻ ഇൻറ്റു 100 ഈ ഇക്വേഷൻ ചെയ്താൽ മതി. അപ്പൊ പ്ലസ് ചെയ്യണ്ട, ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയോ? ആദ്യത്തെ മെത്തേഡ് എല്ലാവർക്കും ക്ലിയർ ആയോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് മെത്തേഡിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വേ ആണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. എന്താണ്? മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. M by V മെത്തേഡ് എന്നും പറയും ട്ടോ. ഓക്കെ, M by V മെത്തേഡ് എന്നും ഇതിനെ പറയും. ഓക്കെ, ഇനി നോക്ക് എന്താണത്? It tells us how many grams of solute is present in 100 milliliters of the solution. എന്താണ് മാസ് ബൈ വോളിയം മെത്തേഡിൽ പറയുന്നത്? 100 മില്ലിലിറ്റർ സൊല്യൂഷനില് എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ടെന്ന്. ഓക്കെ, അപ്പൊ മാസ് ബൈ മാസ് പെർസെന്റേജ് തൊട്ട് മുന്നത്തെ മെത്തേഡില് എന്താണ് വ്യത്യാസം വന്നത്? 100 ഗ്രാം ആണ് അവിടെ പറഞ്ഞത് അല്ലെ, രണ്ടിന്റെ മാസ് ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് സൊല്യൂഷന്റെ എന്താണ് തന്നിരിക്കുന്നത്? മില്ലി ലിറ്റർ. അത് കാണുമ്പോ തന്നെ നമുക്കറിയാം മില്ലി ലിറ്റർ തന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? വോളിയം ആണ് തന്നിരിക്കുന്നത്. ഗ്രാമിലാണ് തന്നതെങ്കിൽ മാസാണ്. ഓക്കെ, മില്ലി ലിറ്ററിലാണ് തരുന്നതെങ്കിൽ എന്താണ് തന്നിരിക്കുന്നത്? വോളിയാണ്. അതാ ഞാൻ പറഞ്ഞ പ്രോബ്ലം കാണുമ്പോ തന്നെ നമുക്കറിയാം ഒരെണ്ണം ഗ്രാമിലാണ് തന്നിരിക്കുന്നത് അല്ലെ. പ്രോബ്ലത്തിൽ ഒരെണ്ണം ഗ്രാമും ഒരെണ്ണം മില്ലി ലിറ്ററും ആണെങ്കിൽ നമ്മൾ ഏത് മെത്തേഡാ യൂസ് ചെയ്യേണ്ടത്? മാസ് ബൈ വോളിയം പെർസെന്റേജ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ക്ലിയർ ആയോ? ഇതെന്താണ്? 100 മില്ലി ലിറ്റർ സൊല്യൂഷനില് എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മാസ് ബൈ വോളിയം പെർസെന്റേജ്. ക്ലിയർ? മനസ്സിലായോ? അപ്പൊ നേരത്തെ പോലെ തന്നെ ഇതിനും എന്തുണ്ട്? ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഇക്വേഷൻ എന്താന്ന് നോക്കാം. എന്താണ് ഇക്വേഷൻ? ഫോർമുല പെർസെന്റ് M by V ഈക്വൽ ടു എന്താണ്? മാസ് ഓഫ് എ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് എ സൊല്യൂഷൻ ഇൻറ്റു 100. കേട്ടോ, നേരത്തെ തന്നെ മാസ് ഓഫ് എ സൊല്യൂട്ട് ന്യൂമറേറ്റർ അതേപോലെ തന്നെ ഡിനോമിനേറ്ററിലാണ് വ്യത്യാസം വരുന്നത്. അവിടെ എന്തായിരുന്നു? മാസ് ഓഫ് എ സൊല്യൂഷൻ ആയിരുന്നു. ഇവിടെ അതിന് പകരം എന്താണ്? വോളിയം ഓഫ് സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ തരുന്നതും സൊല്യൂഷന്റെ മാസ് ആയിരിക്കില്ല, പ്രോബ്ലത്തില് വോളിയം ആയിരിക്കും തരിക. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഈക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങളൊക്കെ എന്താവും? ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ പ്രോബ്ലത്തേക്ക് പോയാലോ? ഓക്കെ, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ആദ്യം നന്നായി വായിച്ചു നോക്കുക. ആദ്യം എന്താണ് ക്വസ്റ്റ്യൻ? 14 gram of sugar is present in 0.4 liter of sugar solution. എന്താണ് പറഞ്ഞേക്കുന്നത്? 0.4 ലിറ്റർ ഷുഗർ സൊല്യൂഷനില് എത്ര ഷുഗർ ഉണ്ട്? 40 ഗ്രാം ഷുഗർ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് പറഞ്ഞേക്കണേ? കാൽക്കുലേറ്റ് ദ കോൺസെൻട്രേഷൻ ടേംസ് ഓഫ് മാസ് ബൈ വോളിയം പെർസെന്റേജ്
ഓഫ് ദ സൊല്യൂഷൻ മാസ് ബൈ വോളിയം പെർസെന്റേജ്. അപ്പൊ മെത്തേഡ് ഇതിലും പറയുന്നുണ്ട് മാസ് ബൈ വോളിയം ആണെന്ന്. ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഇനി തന്നില്ലെങ്കിലും നമ്മൾ നോക്കുമ്പോ നോക്കിയേ, സൊല്യൂട്ട് തന്നിരിക്കുന്നത് ഗ്രാമിലാണ്, അതേപോലെ സൊല്യൂഷന്റെ തന്നിരിക്കുന്നത് ലിറ്ററിലാണ്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, ലിറ്ററിൽ തരികയാണെങ്കിൽ മില്ലി ലിറ്റർ, ലിറ്റർ എന്നൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? വോളിയമാണ്. ഓക്കെ, മാസ് എപ്പോഴും ഗ്രാമിലായിരിക്കും നമുക്ക് തരാം. അപ്പൊ ഏത് മെത്തേഡ് ആയിരിക്കും? മാസ് ബൈ വോളിയം മെത്തേഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാ? പ്രോബ്ലം വായിച്ചു മനസ്സിലാക്കി, ഇനി ഫോർമുല ഒന്ന് എടുത്തെഴുതി വെക്കുക. മെത്തേഡ് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ ഫോർമുല ഒന്ന് എടുത്തെഴുതി വെക്കുക. എന്താണ് നമ്മുടെ ഫോർമുല? മാസ് ഓഫ് എ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് എ സൊല്യൂഷൻ ഇൻറ്റു 100. ഇനി നേരത്തെ ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോബ്ലം വായിച്ചിട്ട് ഗിവൺ ആയിട്ടുള്ള ടേംസിനെ എടുത്തെഴുതാൻ പോവാണ്. അപ്പൊ ഇവിടെ ഏതൊക്കെയാ തന്നേക്കുന്നേ? 40 gram ഓഫ് ഷുഗർ. ഓക്കെ, ഈ 40 gram ഓഫ് ഷുഗർ എന്ന് പറയുന്നത് എന്താണ്? സൊല്യൂട്ട് അല്ലേ? സൊല്യൂട്ടിന്റെ മാസ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് എഴുതണം? മാസ് ഓഫ് എ സൊല്യൂട്ട്. അപ്പൊ എഴുതാ മാസ് ഓഫ് എ സൊല്യൂട്ട് എത്രയാ? 40 gram. ക്ലിയർ? മാസ് ഓഫ് എ സൊല്യൂട്ട് എത്രയാ? 40 gram. പിന്നെന്താ നമുക്ക് തന്നിരിക്കുന്നത്? 0.4 liters ഓഫ് ഷുഗർ സൊല്യൂഷൻ. 0.4 അല്ല കേട്ടോ, 0.4 ലിറ്റർ ഓഫ് ഷുഗർ സൊല്യൂഷൻ. ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞ സൊല്യൂഷന്റെ ആണ് തന്നിരിക്കുന്നത്. സൊല്യൂഷന്റെ എന്താണ് തന്നിരിക്കുന്നത്? ലിറ്ററിൽ തന്നതുകൊണ്ട് അതെന്താണ്? വോളിയം ആണ്. അപ്പൊ നമ്മൾ എന്തെന്ന് എഴുതണം? വോളിയം ഓഫ് എ സൊല്യൂഷൻ. വോളിയം ഓഫ് എ സൊല്യൂഷൻ എത്രയാ? 0.4 ലിറ്റർ. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? M/V ആണ് അല്ലേ? കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മാസ് ബൈ വോളിയം പെർസെന്റേജ് കണ്ടുപിടിക്കണം. ഇവിടെ അത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കാരണം നമുക്ക് പ്രോബ്ലത്തില് വോളിയം തന്നിരിക്കുന്നത് ലിറ്ററിലാണ്. അപ്പൊ ലിറ്ററിൽ ഇട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം മാസ് നമുക്ക് തന്നിരിക്കുന്നത് ഗ്രാമിലാണ്. അതുകൊണ്ട് തന്നെ ലിറ്ററിനെ നമ്മൾ എന്താക്കി മാറ്റണം? മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അത് നിങ്ങൾ അലേർട്ട് ആവണം. നമുക്ക് പ്രോബ്ലം തരുമ്പോൾ വോളിയം ലിറ്ററിലാണെങ്കിൽ അതിനെ എന്തിലോട്ട് ചേഞ്ച് ചെയ്യണം? മില്ലി ലിറ്ററിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇനി ഓൾറെഡി നിങ്ങൾക്ക് മില്ലി ലിറ്ററിലാണ് തന്നതെങ്കിൽ പിന്നെ ചേഞ്ച് ചെയ്യാൻ നിൽക്കണ്ട. ലിറ്ററിലാണ് തന്നതെങ്കിൽ അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ക്ലിയർ? അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്തിലാണ്? ലിറ്ററിലാണ്. അപ്പൊ നമ്മൾ അതിനെ എന്തിലേക്ക് മാറ്റണം? മില്ലി ലിറ്ററിലേക്ക് മാറ്റണം. ലിറ്ററിനെ എങ്ങനെയാ മില്ലി ലിറ്ററിലേക്ക് മാറ്റുക? എങ്ങനെയാ മാറ്റുക? ലിറ്ററിനെ മില്ലി ലിറ്ററിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യും നമ്മള്? അപ്പൊ കൺവേർട്ട് ചെയ്യാം. ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 1000 ചെയ്താൽ മതി അല്ലെ? 0.4നെ എന്ത് ചെയ്യുന്നു? 1000 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റു ചെയ്യുന്നു. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 400 കിട്ടും. എത്ര കിട്ടും? 400 നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മുടെ ഇക്വേഷൻ എന്താ? മാസ് ഓഫ് എ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ
volume of a solution into 100 അല്ലെ. മാസ് ഓഫ് എ സൊല്യൂട്ട് നമ്മുടെ ഇവിടെ എത്രയാ? 40 അല്ലേ? 40 അല്ലേ? അപ്പൊ നമ്മൾ അത് എഴുതി 40 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ എത്രയാ? 400. 0.4 എഴുതരുത്. കാരണം എന്താ? അത് നമ്മൾ കൺവേർട്ട് ചെയ്തു ഇല്ലേ? ലിറ്ററിന്ന് മില്ലി ലിറ്ററിക്ക് കൺവേർട്ട് ചെയ്ത ക്വാണ്ടിറ്റി വേണം പിന്നെ എഴുതാൻ കേട്ടോ. അതായത് എത്രയാ? 400 into 100. ഓക്കെ, അപ്പൊ എന്താ? സീറോസ് ക്യാൻസൽ ആയി പോകും അല്ലെ? സീറോസ് ക്യാൻസൽ ആയി പോകുമ്പോ എന്താവും? 1 into 40 എത്ര വരും? 40. 40 ഡിവൈഡഡ് ബൈ ഇവിടെ സീറോസ് പോയി കഴിയുമ്പോ 400. സീറോസ് പോയി കഴിയുമ്പോ പിന്നെ 4 ആണുള്ളത് അല്ലെ? അതായത് 40 ഡിവൈഡഡ് ബൈ 4 വരും. ഓക്കെ, അപ്പൊ 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ എത്ര വരിക? 10 അല്ലെ? അപ്പൊ 10 ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായോ? എന്താണ് നമ്മൾ ചെയ്തത്? മാസ് ബൈ വോളിയം പെർസെന്റേജ് വെച്ചാണ് ചെയ്തത്. അപ്പൊ ആദ്യം തന്നെ പ്രോബ്ലം വായിച്ചപ്പോ നമുക്ക് ഷുഗറിന്റെ മാസ് തന്നിട്ടുണ്ട് 40 ഗ്രാം. അത് നമ്മൾ എടുത്തെഴുതി മാസ് ഓഫ് എ സൊല്യൂട്ട് ഈക്വൽ ടു എത്രയാണ്? 40 ഗ്രാം. പിന്നെ നമ്മൾ വായിച്ചു നോക്കിയപ്പോ വോളിയാണ് തന്നിരിക്കുന്നത്. വോളിയം എത്രയാണ്? 0.4 ആണ്. അതെടുത്തെഴുതി വോളിയം ഓഫ് എ സൊല്യൂഷൻ 0.4 ലിറ്റർ. ഓക്കെ, ലിറ്ററിൽ തന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എന്ത് ചെയ്യണം? മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അതായത് 0.4 into 1000 ചെയ്തു. അപ്പോഴാണ് നമുക്ക് എത്ര കിട്ടിയത്? 400 കിട്ടിയത്. ഓക്കെ, ഇനി ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് മാസ് ഓഫ് എ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് എ സൊല്യൂഷൻ ഇൻറ്റു 100. അതായത് എന്താണ്? 40 ഡിവൈഡഡ് ബൈ 400 ഇൻറ്റു 100. സീറോസ് ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 40/4 വരും. 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്? 10. 10 ഈസ് ദ ആൻസർ. ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് മെത്തേഡിലേക്ക് പോവാം. നെക്സ്റ്റ് മൂന്നാമത്തെ മെത്തേഡാണ് എന്ത്? വോളിയം ബൈ വോളിയം പെർസെന്റേജ്, V/V മെത്തേഡ് എന്നും പറയും. എന്താണ്? വോളിയം ബൈ വോളിയം പെർസെന്റേജ്. V/V മെത്തേഡ് എന്നും പറയും ട്ടാ. ഇനി ഇത് നോക്കിയേ, എന്താണ് ഇതിൽ പറയുന്നത്? ഇറ്റ് ടെൽ us how many milliliters of the solute is present in 100 milliliters of the solution. ഇതിലെ രണ്ടിലും നമുക്ക് തരാൻ പോകുന്നത് വോളിയം ആണ് മക്കളെ, മാസേ ഇല്ല. രണ്ട് ക്വാണ്ടിറ്റീസ് ഒക്കെ തരുന്നത് എന്തായിരിക്കും? വോളിയം ആയിട്ടായിരിക്കും തരിക. ഓക്കെ, ആദ്യത്തെ മെത്തേഡില് രണ്ടും മാസ് ആയിട്ടാണ് തന്നത്, മാസ് ബൈ മാസ് പെർസെന്റേജില്. പിന്നെ തന്നതില് സൊല്യൂട്ട് ഗ്രാമില് മാസായിട്ടും, മറ്റേത് സൊല്യൂഷൻ വോളിയം ആയിട്ടാണ് തന്നത്, M/V മെത്തേഡ്. ഇതില് V/V, അതായത് രണ്ടിന്റെയും ക്വാണ്ടിറ്റി വോളിയം ആയിട്ടാണ് നമുക്ക് തരിക പ്രോബ്ലത്തില്. ഓക്കെ, അപ്പൊ എന്താണ്? ഹൗ മെനി milliliters of the solute is present in 100 milliliters of the solution. ഒരു 100 milliliter സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര മില്ലിലിറ്റർ സൊല്യൂട്ട് ഉണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് വോളിയം ബൈ വോളിയം പെർസെന്റേജ്. ഓക്കെ, ക്ലിയർ ആയോ? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലിക്വിഡ് സൊല്യൂഷൻസ്. അത് നന്നായി നോട്ട് ചെയ്ത് വെക്കുക. കൂടുതലും ലിക്വിഡ് സൊല്യൂഷൻസിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. ഓക്കെ, അതായത് രണ്ടും ലിക്വിഡ് ആയിരിക്കും, അതായത് സൊല്യൂട്ടും ലിക്വിഡ് ആയിരിക്കും, സോൾവെന്റും എന്തായിരിക്കും? ലിക്വിഡ് ആയിരിക്കും. അതിനാണ് ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും ലിക്വിഡ് ആയിരിക്കും. അപ്പൊ അത്തരം സൊല്യൂഷൻസിന്റെ പെർസെന്റേജ്
കാണാൻ വേണ്ടിയിട്ടാണ്, കോൺസെൻട്രേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നത്? വി ബൈ വി മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോ മറ്റെല്ലാ മെത്തേഡിനും ഉള്ള പോലെ ഇതിനും ഉണ്ട് നമുക്ക് എന്ത്? ഒരു ഇക്വേഷൻ. ഓക്കെ, അപ്പൊ അതെന്താന്ന് നോക്കാം. ഇക്വേഷൻ എന്താ? വോളിയം പെർസെന്റേജ് വി ബൈ വി. എന്താണ് ഇക്വേഷൻ? വോളിയം ഓഫ് എ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് എ സൊല്യൂഷൻ ഇൻറ്റു 100. ഓക്കെ, മാസേ ഇല്ല ഇതില്. എന്താണുള്ളത്? വോളിയാണ്. വോളിയം ഓഫ് എ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് എ സൊല്യൂഷൻ ഇൻറ്റു 100. ഇൻറ്റു 100 പിന്നെ പെർസെന്റേജ് ആയതുകൊണ്ട് എല്ലാത്തിലും എന്തുണ്ടായിരിക്കും? ഇൻറ്റു 100 ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് പോവാം, പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പൊ പ്രോബ്ലംസ് എന്തായാലും എക്സാമിന് ഏതാണ്ട് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതെങ്കിലും ഒരു മെത്തേഡിലെ ക്വസ്റ്റ്യൻ നമ്മളോട് എന്തായാലും ചോദിക്കും. അപ്പോൾ എൻ്റെ മക്കൾ നന്നായിട്ട് എന്ത് ചെയ്യണം? കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ മൂന്നാമത്തെ മെത്തേഡിലെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ഇവിടെ റെഡിയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കണം. എപ്പോഴും ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കുക, അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? ഇഫ് 1 ml ഓഫ് liquid pesticide is mixed with a sufficient amount of water. എന്താണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനില്? അതായത് 1 ml ലിക്വിഡ് പെസ്റ്റിസൈഡ് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് വാട്ടർ മിക്സ് ചെയ്യാണ്. ഓക്കെ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നു. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത്? ടു ഫോം 100 ml ഓഫ് പെസ്റ്റിസൈഡ് സ്പ്രേ ഫോർ റൈസ് ക്രോപ്പ്. അതായത് റൈസ് ക്രോപ്പിന് വേണ്ട പെസ്റ്റിസൈഡ് സ്പ്രേ ഉണ്ടാക്കുകയാണ്. എത്രയാണ് പെസ്റ്റിസൈഡ് സ്പ്രേ? 100 ml. 100 ml പെസ്റ്റിസൈഡ് സ്പ്രേ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ കാൽക്കുലേറ്റ്സ് ഇറ്റ്സ് വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്. ഓൾറെഡി മിക്ക പ്രോബ്ലംസിലും ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈ പ്രോബ്ലത്തിലും പറയുന്നുണ്ട് ഏത് മെത്തേഡാ? വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് ആണ്. ഇതിൽ തരുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ എന്തായിരിക്കും? വോളിയത്തിലായിരിക്കും നമുക്ക് തരിക. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗിവൺ ക്വാണ്ടിറ്റീസ് ഒന്ന് നമ്മൾ എടുത്തെഴുതണം. ഏതൊരു പ്രോബ്ലത്തിലും ഫസ്റ്റ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക? ഗിവൺ ക്വാണ്ടിറ്റീസിനെ ഒന്ന് എടുത്തെഴുതുക. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് നമ്മുടെ ഗിവൺ ക്വാണ്ടിറ്റീസ്? 1 ml ഓഫ് ലിക്വിഡ് അല്ലെ? 1 ml ലിക്വിഡ് പെസ്റ്റിസൈഡ് അതെന്താണ്? സൊല്യൂട്ട് ആണ്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്നത് 1 ml എന്താ? വോളിയം ഓഫ് എ സൊല്യൂട്ട് ആണ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്കത് എടുത്തെഴുതാം. ഓക്കെ, വോളിയം ഓഫ് സൊല്യൂട്ട് എത്രയാ? 1 ml. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി എന്താ? 100 ml ഓഫ് പെസ്റ്റിസൈഡ് സ്പ്രേ. 100 ml ഓഫ് പെസ്റ്റിസൈഡ് സ്പ്രേ. ഇതെന്താണ്? സോൾവെന്റ് ആണോ? അല്ല അല്ലേ, സൊല്യൂഷൻ ആണ് ഇത്. സോൾവെന്റ് എന്ന് പറയുന്നത് ഇവിടെ വാട്ടർ ആണ്. ഓക്കെ, പക്ഷെ വാട്ടറിന്റെ ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് എന്തില്ല? തന്നിട്ടില്ല. അപ്പോ 100 ml ഓഫ് പെസ്റ്റിസൈഡ് സ്പ്രേ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? വോളിയം ഓഫ് സൊല്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് എഴുതാം വോളിയം ഓഫ് സൊല്യൂഷൻ. എത്രയാ? 100 ml. ഓക്കെ, ഗിവൺ ക്വാണ്ടിറ്റീസ് എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്. ഓക്കെ, അപ്പൊ വോളിയം ബൈ വോളിയം. പെർസെൻറ്റേജ്. അപ്പോൾ നമുക്കറിയാം വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് ചെയ്യാൻ നമുക്ക് എന്തുണ്ട്? ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? അപ്പൊ എന്താണ് ആ ഇക്വേഷൻ? വോളിയം പെർസെൻറ്റേജ് വി ബൈ വി കാണണമെങ്കിൽ എന്താ? വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ
ഇൻറ്റു 100. പെർസെൻറ്റേജ് കാണാൻ എന്തായാലും ഇൻറ്റു എന്ത് ചെയ്യണടാ 100 ചെയ്യണം അല്ലേ. അപ്പോൾ വോളിയം ഓഫ് സൊല്യൂട്ടിനെ വോളിയം ഓഫ് സൊല്യൂഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ക്വാണ്ടിറ്റീസ് ഒക്കെ നമുക്ക് എന്താണ് ഇവിടെ ഗിവൺ ആണ്. അപ്പൊ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നോക്കൂ, വോളിയം ഓഫ് സൊല്യൂട്ട് ഇവിടെ എത്രയാ 1 ml. 1 ml ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ എത്രയാ 100 ml അല്ലേ. 100 ml ഇൻറ്റു 100. ഓക്കെ, ഇനി ഇതെങ്ങനെ ചെയ്യും? ഇവിടെയും 100 ഉണ്ട്, ഇവിടെയും 100 ഉണ്ട്. അപ്പൊ അതെന്താവും, ക്യാൻസൽ ചെയ്ത് പോവും അല്ലേ. 100ഉം 100ഉം ക്യാൻസൽ ചെയ്തു. പിന്നെ നമുക്ക് എന്താ ഉള്ളത്, ബാക്കി എന്താ ഉള്ളത്, ന്യൂമറേറ്റർ ആയിട്ടുള്ള 1 മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ് നമ്മുടെ എന്ത് ആൻസർ, അതായത് 1%. അപ്പോൾ ഇതാണ് ആൻസർ. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസേഴ്സിന് നമ്മൾ യൂണിറ്റ് കൊടുക്കേണ്ടത് പെർസെൻറ്റേജ് ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. പ്രോബ്ലംസ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇക്വേഷൻസ് പഠിക്കണം. ഇക്വേഷൻസ് പഠിച്ച് നന്നായി വർക്കൗട്ട് ചെയ്താൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഇതിലെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഈ വരുന്ന എക്സാമിന് എന്ത് ചെയ്യണം, എല്ലാവരും നല്ല മാർക്ക് മേടിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. See you soon. Bye bye.